ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് അതാണ് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക്. സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ ജനനം മുതൽ മരണം വരെ വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓരോ സ്റ്റേജുകളിലും ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചിട്ട് എടുത്തു പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട ഡിലേസൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അഡോളസെൻ്റ് സമയങ്ങളിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ചെറിയ പ്രായത്തിൽ ഓരോ കുട്ടികളുടെയും ഡെവലപ്മെൻറ്റിനെ പ്രത്യേക സ്റ്റേജുകളായി തരംതിരിച്ച് അവരുടെ ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ബർത്ത് ടു 6 years, ഒരു കുട്ടിയുടെ ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള വിവിധ സ്റ്റേജുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The 5 stages of child development include the newborn, infant, toddler, preschool and school age stages. 5 തലങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ന്യൂബോൺ, നവജാത ശിശു അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെയുള്ള കുട്ടി. ഇൻഫാൻറ്റ്, 1 വയസ്സാകുമ്പോൾ ഉള്ള ഒരു കാലഘട്ടത്തെയാണ് പറയാം. ടോഡ്ലർ, കുട്ടി പിച്ച വെച്ച് നടക്കുന്ന ഒരു സമയം. പ്രീ സ്കൂളിൽ പോകുന്ന ഒരു സമയം. സ്കൂളുകളിലേക്ക് പോകുന്ന സമയം. ഇങ്ങനെ 5 തലങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റേജുകളെ തരംതിരിച്ചിട്ടുണ്ട്. എക്സ്പേർട്സ് ഡിഫർ ഇൻ ദയർ ഡിവിഷൻ ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ടു ഡിഫറെൻറ്റ് സ്റ്റേജസ്. എക്സ്പേർട്ടായ ആളുകൾ ഇതിനെ പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ 4 സ്റ്റേജായി മാറ്റിയിട്ടുണ്ട്, ചില ആൾ 5 സ്റ്റേജ് ആയിട്ടുണ്ട്, ചില ആളുകൾ 6 സ്റ്റേജ് എന്നുള്ള രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര സ്റ്റേജുകളായാലും തന്നെ ശരിക്കും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏജിലാണ് ഈ ഒരു ചേഞ്ചസ് നടക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിലെ സാധാരണ ഡെവലപ്മെൻ്റൽ ഡിസോർഡറുകൾ തന്നെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അത് നിർണ്ണയിക്കപ്പെടുന്നത് ആ കുട്ടി അഡോളസൻസിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഏജിലും നടക്കേണ്ട ചില പ്രത്യേകമായ ഡെവലപ്മെൻറ്റുകൾ ഉണ്ട്. അത് ആ സമയത്ത് നടക്കേണ്ടതാണ്. അതില്ല എങ്കിൽ അതൊരു പ്രോബ്ലമായി അവിടെ തുടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ നമുക്ക് 5 സ്റ്റേജുകളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, വിശദീകരിച്ച് നോക്കാം. ഒന്നാമത്തത് ന്യൂബോൺ, പുതുതായി ജനിച്ച കുട്ടി. ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 months ഓഫ് ലൈഫ്, ആദ്യത്തെ 2 മാസക്കാലം ബാഹ്യ സ്റ്റിമുലികളെ അല്ലെങ്കിൽ പുറത്തുള്ള സ്റ്റിമുലികളെ ഓട്ടോമാറ്റിക്കലിയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പുതുതായി പ്രസവിക്കപ്പെട്ട കുട്ടികളിൽ കാണാം. പുതിയ കുട്ടികൾ അവരുടെ തല സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായി കാണാം. ദേ ക്യാൻ സീ ക്ലോസ് അപ്പ് ഒബ്ജക്ട്സ്, അടുത്തുള്ള ഒബ്ജക്റ്റുകളെ പുതിയ കുട്ടികൾക്ക് കാണാം. കുറേ ദൂരത്തുള്ളത് കാണാൻ പറ്റില്ല. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ദേ ടേൺ ടുവേർഡ്സ് സൗണ്ട്സ്. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പുതിയ കുട്ടികൾ ആ ഭാഗത്തേക്ക് നോക്കും. നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം കുട്ടിക്ക് കേൾക്കാനുള്ള കഴിവില്ലേ എന്ന്. ആൻഡ് ക്രൈ ടു ഇൻഡിക്കേറ്റ് എ നീഡ്. പിന്നെ ഒരു ന്യൂ ബോണായ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ എല്ലാവിധ കമ്മ്യൂണിക്കേഷനും ക്രൈയിങ് ആണ്, കരച്ചിലൂടെയാണ്. കരയുമ്പോൾ പല അർത്ഥമുണ്ട്. അവർക്ക് ഭക്ഷണം വിശക്കുന്നുണ്ടാവാം, വയറ് വേദനിക്കുന്നുണ്ടാവാം, അസ്വസ്ഥതകളുണ്ടാവാം, ഇറിറ്റേഷൻ ഉണ്ടാവാം, അമ്മയെ കാണണമെന്നുണ്ടാവാം. ബൈ ദ 3rd month ഓഫ് ലൈഫ് ന്യൂ ബേൺ സ്റ്റാർട്സ് ടു സ്മൈൽ അറ്റ് പീപ്പിൾ. 3ാമത്തെ മാസം മുതൽ ആളുകളെ കണ്ടാൽ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ പുതിയ ഒരു ന്യൂ ബോൺ കുട്ടികളുടെ ഏകദേശം കാര്യങ്ങളാണ്. അടുത്തുള്ള കാര്യങ്ങൾ കാണാനും സൗണ്ടുകൾ കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കാനും
കരയാനും ഒരു 3 മാസം കഴിയുമ്പോൾ ആളുകളെ കാണുമ്പോൾ ചിരിക്കാനുമുള്ള കഴിവ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 1 ഇയർ ആകുന്ന സമയത്താണ് ഇൻഫാൻറ്റി എന്ന് വിളിക്കപ്പെടുന്നത്. നവജാത ശിശു എന്നൊക്കെ പറയും. എ ലോട്ട് ഓഫ് ന്യൂ എബിലിറ്റീസ് ഡെവലപ്പ് ക്വിക്ക്ലി ബൈ ദ ടൈം എ ചൈൽഡ് ടേൺസ് 1 ഇയർ ഓൾഡ്. കുട്ടി ഒരു വയസ്സിലേക്ക് എത്തുമ്പോൾ ഒരുപാട് എബിലിറ്റികൾ, കഴിവുകൾ ആ കുട്ടിക്ക് ഉണ്ടാകും. ഇൻഫാൻറ്റ് ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള കുട്ടി, ദേ ക്യാൻ റെക്കഗ്നൈസ് ഫെമിലിയർ ഫേസസ്. പരിചയമുള്ള മുഖങ്ങളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ ഹെഡ് മൂവ്മെൻറ്റ്സ് അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അവരുടെ കൈകൾ ഇങ്ങനെ കൂട്ടി പിടിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ സ്ഥിരമായി കുട്ടിയെ എടുക്കുന്ന അച്ഛൻ, അമ്മ, സിസ്റ്റേഴ്സ്, സിബ്ലിങ്സ് ഇവരെല്ലാം കാണുമ്പോൾ കുട്ടി പരിചയം നടിക്കും. ഇതൊരു കഴിവാണ്. അതേപോലെ തന്നെ ഒരു 6 മാസമൊക്കെ ആവുന്ന സമയത്ത് ഇൻഫാൻസ് സ്റ്റാർട്ട് സിറ്റിംഗ് വിത്തൗട്ട് സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവരുടെ പേര് ആളുകൾ ആരെങ്കിലും വിളിച്ചാൽ അവർ റെസ്പോണ്ട് ചെയ്യും, തിരിഞ്ഞു നോക്കും. അവൻ്റെ പേര് വിളിച്ചാൽ മതി, അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. അതേപോലെ തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബോഡി ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ശാരീരിക ഭാഷ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചില വ്യത്യസ്ത സൂചനകളോ അടയാളങ്ങളോ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഒരു 9 മാസമൊക്കെ ആകുന്ന സമയത്ത്, 9 മാസം മുതൽ 12 മാസം വരെ ദേ ക്യാൻ പോയിൻ്റ് അറ്റ് തിങ്സ്. കുട്ടികൾ ചില വ്യത്യസ്ത വസ്തുക്കളിൽ പോയിൻ്റ് ചെയ്യാനും അത് ഇത് എന്നൊക്കെ പറയാനും, സാധനങ്ങൾ എടുത്തു കൊണ്ടുവരാനും, ക്രോള് പരന്നു പോകാനും, ആരുടെയും സപ്പോർട്ടില്ലാതെ ഈവൻ അവർക്ക് സ്റ്റാൻഡപ്പ് ചെയ്യാനും നിൽക്കാനും, അവർ മറ്റുള്ളവരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, അവർ ശ്രമിക്കും. ഇതെല്ലാം ഈ ഒരു ഇൻഫാൻസി എന്ന പീരീഡിൽ ഉണ്ടാവുന്ന കഴിവുകളാണ്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ടോഡ്ലർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പിച്ച വെച്ച് നടക്കുന്ന ഒരു കുട്ടി. 3 വയസ്സ് മുതൽ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള സമയങ്ങളാണ് ടോഡ്ലർ എന്ന് പറയപ്പെടുക. ദേ ക്യാൻ സ്റ്റാൻഡ് അലോൺ. ടോഡ്ലർ ആയാൽ അവർക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റും. ലേൺ ടു വാക്ക് വിത്തൗട്ട് ഹെൽപ്പ്. ആരുടെ ഹെൽപ്പില്ലാതെ നടക്കാൻ പറ്റും. ബിഗിൻ ടു റൺ ആൻഡ് ക്ലൈംബ് സ്റ്റെയർസ്. സ്റ്റെയറുകൾ കയറാൻ പറ്റും. ബൈ കൈ വേവ് ചെയ്യാനും ബൈ പറയാനും, കയ്യിലൊരു പെൻസിലോ ക്രയോണോ പിടിക്കാനും, അല്ലെങ്കിൽ ഡ്രോ എ സർക്കിൾ, ഒരു സർക്കിൾ ഇങ്ങനെ വരക്കാനും, അതേപോലെ തന്നെ ഒരു സമയത്ത് തന്നെ കൂടുതൽ വാക്കുകൾ ഒരുമിച്ച് പറയാനും, അതേപോലെ തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്, വളരെ സിമ്പിളായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാനുമുള്ള കഴിവ് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുണ്ടാകും. ടോഡ്ലർ. ഈ സമയത്താണ് ഇത്തരം ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നത്. അത് കഴിഞ്ഞാലാണ് പ്രീ സ്കൂൾ ഏജ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയെന്നും 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയെന്നും അഭിപ്രായമുണ്ട് പ്രീ സ്കൂൾ ഏജ്. ചിൽഡ്രൻസ് മോട്ടോർ സ്കിൽസ് ബിക്കം റിഫൈൻഡ്. അവരുടെ മോട്ടോർ സ്കില്ലുകൾ വളർന്ന് റിഫൈൻ ചെയ്യപ്പെടുകയാണ്. അവർക്ക് ബോൾ കയ്യിൽ പിടിക്കാനും, ഒരു ബോൾ എറിഞ്ഞു കൊടുക്കാനും, സ്കിപ്പ് ചെയ്യാനും, അവർ സ്വന്തമായി ഡ്രസ്സ് ചെയ്യാനും, അത് ഡ്രസ്സ് അഴിച്ചു വെക്കാനും, അതേപോലെ തന്നെ അവർക്ക് നല്ല വരകൾ വരക്കാനും ഡ്രോ ചെയ്യാനുമുള്ള കഴിവുണ്ടാകും. ദേ ക്യാൻ സ്പീക്ക് എ കംപ്ലീറ്റ് ലോങ് സെൻറ്റൻസ് ആൻഡ് ഈവൻ 2 to 3 sentences ഇൻ എ സ്ട്രെച്ച് ഈസിലി. അവർക്ക് ഈവൻ നീളമുള്ള ലോങ് സെൻറ്റൻസുകൾ അവർക്ക് സംസാരിക്കാനും എല്ലാം അവർക്ക് സാധിക്കും. അതേ മാത്രമല്ല അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ സമയത്ത് എന്ത് ചെയ്യണം, സ്വന്തമായി ടോയ്ലറ്റിൽ പോകാനും ബാത്റൂം യൂസ് ചെയ്യാനും അതെല്ലാം അവർക്കൊരു 4 വയസ്സാകുമ്പോഴേക്കെങ്കിലും പറ്റണമെന്നുള്ളതാണ്. അതാണ് ആ സമയത്തുള്ള ഡെവലപ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ 5ാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ ഏജാണ്. 6 വയസ്സ് മുതൽ അല്ലെങ്കിൽ 7 വയസ്സ് മുതൽ 17 വയസ്സ് വരെ
സ്കൂൾ ഏജാണ്. +2 പഠിക്കുന്നത് വരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ +2 പഠിക്കുന്നത് വരെ സ്കൂൾ ഏജാണ്. ഈ സമയത്ത് ലേൺ ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്ര ചിന്തയോടുകൂടെ സ്വതന്ത്രമായി അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ ഫോം ചെയ്ത്, അതേപോലെ തന്നെ അവരുടെ പഠനവും സംസാരവും എഴുത്തും എല്ലാം തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ഒരു രീതിയിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ചിൽഡ്രൻ ഡെവലപ്പ് വേരിയസ് ഇമോഷൻസ് സച്ച് ആസ് ജലസി, അവർക്ക് ഒരുപാട് ഇമോഷനുകൾ ആ സമയത്ത് ഡെവലപ്പ് ചെയ്യപ്പെടും. അസൂയ, സ്നേഹം, ഇതെല്ലാം തോന്നും. മറ്റു കുട്ടികളെ കാണുമ്പോൾ അസൂയ തോന്നും, അവരോട് സ്നേഹം തോന്നും, മറ്റു പല രീതിയിലുള്ള ഇമോഷനുകൾ അവരോട് തോന്നും. അതേപോലെ തന്നെ ഭാഷയിലൂടെയും ശരീരഭാഷയിലൂടെയും ഇങ്ങനെ കുറേ കോപ്പറാലൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കൂലേ, നമ്മൾ മുഖമൊക്കെ കാണിച്ചിട്ട് പല ബോഡി ജസ്റ്ററിലൂടെ പല പല എക്സ്പ്രഷനുകൾ അവരിങ്ങനെ എന്ത് ചെയ്യും, പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്, ആരാ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക്. അതേപോലെ തന്നെ സെക്ഷൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ ലൈംഗികമായിട്ടുള്ള അത്തരം വികസനങ്ങൾ. അതേപോലെ തന്നെ ഈ സമയത്താണ് കുട്ടികളിൽ പ്യൂബർട്ടി, ആർത്തവമൊക്കെ വരുന്നതും എതിർ ലിംഗക്കാരനോട് അടുപ്പം തോന്നുകയും അയാളോട് സെക്ഷൽ ആഗ്രഹങ്ങൾ തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. അതൊക്കെ ഈ സമയത്താണ്. അതുകൊണ്ടാണ് SSLC അല്ലെങ്കിൽ ഒരു +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളെ പ്രധാനമായും ഏറ്റവും കൂടുതൽ അവരെ കൈകാര്യം ചെയ്യാനും മാനേജ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ 5 സ്റ്റേജുകളായിട്ട് നമ്മൾ നോക്കി. ഇനി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രീ സ്കൂൾ. ഇനി നമുക്ക് പ്രീ സ്കൂളിലെ വിദ്യാർത്ഥികൾ, പ്രീ സ്കൂൾ ഏജിലുള്ള വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ നമ്മൾ ജനിച്ചത് മുതൽ +2 വരെ അല്ലെങ്കിൽ 17 വയസ്സ് വരെയുള്ള സമയങ്ങളിൽ നോക്കി. ഇനി നമുക്ക് പ്രീ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് അതായതുകൊണ്ട് പ്രീ സ്കൂൾ പീരിയഡ് എന്ന് പറയുന്നത് 3 to 5 അല്ലെങ്കിൽ 3 to 6 ആണ്. ഈ സമയത്ത് ഒരുപാട് സ്കില്ലുകൾ ശരിക്കും ആ കുട്ടി നേടേണ്ടതുണ്ട്. ആ സമയത്ത് അവർ നേടേണ്ട സ്കില്ലുകളെ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്നാണ് പറയുക. ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്നാണ് പറയുക. അഥവാ അവർ നേടേണ്ട ചില പ്രത്യേകമായ സ്കില്ലുകൾ. ആ സ്കില്ലുകൾ അവർ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സ്കില്ലുകൾ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് അവർക്ക് ആവശ്യമാണ്. ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, വൈകാരികമായ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നടക്കുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയെന്ന് നോക്കാം. ഇവർ ഒരു വർഷത്തിൽ ഏകദേശം 1.8 മുതൽ 2.25 കിലോഗ്രാം വരെ തൂക്കം കൂടണം. അപ്പോൾ ഒരു 2 കിലോ, 1.8 എന്ന് പറയുമ്പോൾ ഒരു 2 കിലോ മുതൽ 2.25 കിലോ വരെ ഓരോ വർഷവും ഇവർ എന്ത് ചെയ്യണം, തൂക്കം കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുട്ടിയുടെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ, നമ്മുടെ പ്രീ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ഇങ്ങനെ ഇടയ്ക്ക് വെയിറ്റ് ചെക്ക് ചെയ്യണം, ഈ രീതിയിൽ കൂടുന്നുണ്ടോ എന്നുള്ളത്. ഗ്രോസ് എബൌട്ട് 2 to 3 ഇഞ്ചസ് പെർ ഇയർ, 2 മുതൽ 3 ഇഞ്ച് വരെ ഹൈറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് 20 പല്ലുകൾ ഉണ്ടാകുമെന്നാണ്. അതേപോലെ 20/20 വിഷൻ, 4 വയസ്സായാൽ 20/20 കാഴ്ച ശക്തി. അത് കാഴ്ച ശക്തി അളക്കുന്ന ഒരു മെഷർമെൻറ്റ് ലെവലിലാണ് ഇത് പറയുന്നത്. അതുണ്ടാവണമെന്നാണ്. അതേപോലെ ഒരു ദിവസത്തിൽ 11 മുതൽ 13 ഹവേഴ്സ് വരെ അവർ നൈറ്റിൽ എന്ത് ചെയ്യണം, അവർ ഉറങ്ങണമെന്നാണ്. അവർ ഉറങ്ങുന്നു, അത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ആ സമയത്ത് അത്രയും ഉറങ്ങും അവർ. അതേപോലെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ്. അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓട്ടം, റണ്ണിങ്, ഓട്ടം, ജമ്പിങ്, ചാട്ടം, അതേപോലെ ബോൾ എടുത്തെറിയുന്നത്, കല്ലെറിയുന്നത്, കിക്ക് ചെയ്യുന്നത്, ഇതിലെല്ലാം നല്ല സ്കില്ലുകൾ ഈ സമയത്ത് അവരുണ്ടാക്കും, ഉറപ്പാണ്. അതില്ലാത്ത കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും.
ക്യാച്ചിങ് എ ബൗൺസ്ഡ് ബോൾ, ഒരു ബൗൺസ് ചെയ്യപ്പെട്ട ബോൾ പിടിക്കാൻ പറ്റും. പെഡലിങ് എ ട്രൈസൈക്കിൾ, അപ്പോൾ അവരൊരു ട്രൈസൈക്കിള് എന്ത് ചെയ്യുന്നു, അവർ ഓടിക്കാൻ വേണ്ടി തുടങ്ങും. ഒരു 3 വയസ്സ് സമയത്തൊക്കെ ട്രൈസൈക്കിൾ കാണാം, നമ്മളെ വീടുകളിലൊക്കെ കുട്ടികൾക്ക് ട്രൈസൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെ ഓടിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ്. അതേപോലെ തന്നെ ഒറ്റക്കാലിൽ ഹോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് 5 സെക്കൻഡ് വരെ ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് കൊടുക്കാൻ പറ്റുമെന്നാണ്. ആൻഡ് ഡൂയിങ് എ ഹീൽ ടു ടോ വാക്ക്, അതേപോലെ നല്ല ടിപ്പ് ടോപ്പായിട്ട് ശരിക്കും അവർക്ക് നടക്കാൻ പറ്റുമെന്നുള്ളത്. അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്, ആ സമയത്ത് നടക്കുന്ന ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്? ഡ്രോയിങ് എ സർക്കിൾ, ഒരു സർക്കിൾ വരക്കാൻ പറഞ്ഞാൽ തെറ്റാതെ സർക്കിൾ വരക്കും. സാധാരണ അതില്ലാത്ത കുട്ടികൾ കോഴിമുട്ടൊക്കെയാണ് വരക്കുക. ഡ്രോയിങ് എ പേഴ്സൺ വിത്ത് 3 പാർട്സ്, ഒരു മനുഷ്യനെ 3 ഭാഗങ്ങളായി, തല, നമ്മുടെ കാൽഭാഗം, അരയുടെ താഴെ, അതേപോലെ ചെസ്റ്റിൻ്റെ ഭാഗം, ഇങ്ങനെ 3 ഭാഗമായിട്ട് ഒരു മനുഷ്യനെ വരക്കാൻ പറ്റും. ബിഗിനിങ് ടു യൂസ് ചിൽഡ്രൻസ് ബേൺ ടിപ്പ് സീസേഴ്സ്, പിന്നെ കത്രികകളൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാനും ഒക്കെ അവർക്ക് കഴിവുണ്ടാകും. ഇതെല്ലാം ഫൈൻ മോട്ടോർ സ്കില്ലാണ്. ഓക്കെ. സെൽഫ് ഡ്രസ്സിങ്, സ്വന്തമായി ഒരാൾ സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു 4 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫൈൻ മോട്ടോർ സ്കിൽ എന്താണ്? ഡ്രോയിങ് എ സ്ക്വയർ, അല്ലേ, ഒരു സ്ക്വയർ വരക്കാൻ പറ്റും. അതേപോലെ സീസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു നല്ലൊരു സ്ട്രൈറ്റ് ലൈൻ അവർക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അവരുടെ വസ്ത്രങ്ങൾ കൃത്യമായി പ്രോപ്പർലി കുട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് കൃത്യമായി ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ ഫൈൻ മോട്ടോർ സ്കില്ലില്ലാത്ത ആളുകൾ നമ്മുടെ കൈയിൻ്റെ ചലനമാണ്, അതായത് ഫൈൻ മോട്ടോർ സ്കില്ലില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, സ്പൂണ് കൊണ്ടുപോയി വായിലിങ്ങനെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ കോരി കൊണ്ടുപോയി വെക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നത് താഴെ വീണ് പോകും. അപ്പോൾ സ്പൂണ്, ഫോർക്ക് എല്ലാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഈ സമയത്ത് 3 വയസ്സിനും 6 വയസ്സിനും ഇടയിൽ സംഭവിക്കുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്? അവർക്ക് നല്ല പ്രിപ്പോസിഷനുകൾ കൃത്യമായി പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. 3 വേർഡ് സെൻറ്റൻസസ്, 3 വാക്കുകളുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് അവിടെ പോകണം, എനിക്ക് വെള്ളം വേണം, ഇതെല്ലാം 3 വേർഡ് സെൻറ്റൻസുകളാണ്. 3 വയസ്സിന് 6 വയസ്സിന് ആളുകൾക്ക് ഇത് പറയാൻ പറ്റണം. പ്ലൂരൽ വേർഡ്സ്, പ്ലൂരലായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റണം. അവർക്ക് സൈസ് റിലേഷൻഷിപ്പുകൾ മനസ്സിലാക്കാൻ പറ്റണം. സൈസ് റിലേഷൻഷിപ്പ്, വലുത് ചെറുത് എന്ന രീതിയിലുള്ള. അതേപോലെ ഫോളോ എ 3 സ്റ്റെപ്പ് കമൻറ്റ്, ഒരു കമാൻഡ് അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് ഒരു നിർദ്ദേശം, ഒരു കമാൻഡ് കൊടുത്താൽ അത് 3 സ്റ്റെപ്പായിട്ട്, ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞാൽ അവർക്ക് തിരിയില്ല. 3 സ്റ്റെപ്പായിട്ട് അത് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കൗണ്ട് നമ്പേഴ്സ്, അവർക്ക് നമ്പർ കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെയിം കളേഴ്സ്, കളറുകളെ കൃത്യമായി നെയിം ചെയ്യാൻ പറ്റും. എൻജോയ് റൈംസ് ആൻഡ് വേർഡ് പ്ലേ, റൈമുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ടൈം കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ടൈം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ കുറേ പ്രായമായാലും 6-7 വയസ്സായാലും നാളെ എന്നുള്ളതിനെ ഇന്നലെ എന്ന് പറയും, ഇന്നലെ എന്നുള്ളതിനെ മറ്റന്നാളെന്ന് പറയും, ഇന്ന് എന്നുള്ളതിനെ ഇന്നലെ എന്ന് പറയും. ടൈം കോൺസെപ്റ്റ് അവർക്ക് കൃത്യമായി മനസ്സിലാവണം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നോസ് ടെലിഫോൺ നമ്പർ, അച്ഛൻ്റെ ടെലിഫോൺ നമ്പറൊക്കെ കൃത്യമായി മനസ്സിലാക്കും. റെസ്പോൺസ് ടു വൈ ക്വസ്റ്റ്യൻസ്, അവർക്ക് വൈ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അഥവാ എന്ത് എന്ന് ചോദ്യത്തിന് എന്താണ്, വൈ ആർ യു ക്രൈയിങ്, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചാൽ എന്നെ അവൻ അടിച്ചു എന്ന് മറുപടി പറയും. വൈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റെസ്പോണ്ട് ചെയ്യും. അതേപോലെ തന്നെ ഈ സമയത്ത് ചില സമയത്ത് സ്റ്റട്ടറിങ് എന്ന ഒരു പ്രശ്നമുണ്ടാകും. സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്. അഥവാ വിക്ക് എന്ന് പറയും. വിക്ക് ഉദാഹരണത്തിന് ഇന്നലെ എന്ന് പറയും, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് ഈ സമയത്ത് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണത്. കുട്ടിക്ക് ചില വാക്കുകൾ പറയാൻ പറ്റാതിരിക്കുമ്പോഴാണ് സ്റ്റട്ടറിങ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കുട്ടികളെ നമ്മൾ കളിയാക്കുന്നതിന് പകരം അവരെ ഒന്നിച്ച്
അവരുടെ കൂടെ നിന്ന് അവർക്ക് ശരിയായ രീതിയിൽ അത് പറഞ്ഞു കൊടുത്തത് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റട്ടറിംഗ് ഉള്ള ഒരു കുട്ടിക്ക് എന്താ ചെയ്യേണ്ടത്? വെൻ ദ ചൈൽഡ് ഈസ് സ്പീക്കിംഗ് ഗിവ് യുവർ ഫുൾ പ്രോംപ്റ്റ് അറ്റൻഷൻ കൊടുക്കാം. ഒരു കാരണവശാലും സാധാരണ സ്റ്റട്ടറിംഗ് ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ കൂടെയുള്ള ആൾ ഇന്നലെ ഈ എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കും. ഡു നോട്ട് കമൻറ്റ് ഓൺ ദ സ്റ്റട്ടറിങ്. ഒരിക്കലും സ്റ്റട്ടറിങ്ങിൽ കമൻറ്റ് പറയരുത്. കൺസിഡർ ഹാവിങ് ദ ചൈൽഡ് ഇവാലുവേറ്റഡ് ബൈ എ സ്പീച്ച് പാത്തോളജിസ്റ്റ്. ഒരു സ്പീച്ച് പാത്തോളജിസ്റ്റിൻ്റെ സഹായം എന്ത് ചെയ്യുക? അവർക്ക് തേടുക, എന്നിട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മറ്റൊരു മേഖല വേണ്ടത് ബിഹേവിയർ അല്ലെങ്കിൽ സോഷ്യൽ സ്കില്ലാണ്. അതിനെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. കുട്ടിക്ക് സോഷ്യൽ സ്കില്ല് വേണം. എന്താ സോഷ്യൽ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാനും വർക്ക് ചെയ്യാനും മറ്റു കുട്ടികളെ കൂടെ കൂടാനും അല്ലേ? കൃത്യമായിട്ട് നമുക്ക് ഒരുപാട് ഓരോ സമയം കഴിയുമ്പോഴും പ്രായം കൂടുന്തോറും എന്ത് ചെയ്യണം? പിയർ ഗ്രൂപ്പുകളുമായിട്ട് സമപ്രായക്കാരുകളുമായിട്ട് അവർ കൂടുതൽ ഇടപെടേണ്ടതുണ്ട്. അതിന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ആധുനിക കാലഘട്ട കുട്ടികളെ മുട്ട കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ പുറത്ത് പോകരുത്, ആരോടും മിണ്ടരുത്, സംസാരിക്കരുത്, ആർക്കും ഒന്നും കൊടുക്കരുത്, സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ നോക്കരുത്. അപ്പോൾ ശരിക്കും പിന്നെ ബിഹേവിയർ ഫോർമേഷനൊക്കെ ഉണ്ടാവുന്നത് ഈ സമയത്താണ്. സോഷ്യൽ സ്കില്ല് എന്നാണ് അതിനെ പറയുക. 4-5 വയസ്സുള്ള കുട്ടികൾ കുറേ ഗെയിമുകൾ റൂളെല്ലാം വെച്ചിട്ട് എടാ നമുക്ക് അച്ഛനും അമ്മയും കളി കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് തീവണ്ടി കളി കളിക്കാം, പക്ഷേ നീ മിണ്ടരുത് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാച്യു കളി കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൂൾസെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള കളികളൊക്കെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ചില സമയത്ത് കുട്ടികൾ പറയും ഞാനാണ് ഈ ടീമിൻ്റെ നേതാവ്, ലീഡർ, ഞാനാണ് ബോസ്, ഞാനാണ് ഇതിൻ്റെ നേതൃത്വം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നേതൃത്വ സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുക്കാനൊക്കെ തയ്യാറായി വരുന്നതൊക്കെ കാണാം. അതെല്ലാം തന്നെ അപ്രീസിയബിൾ ആണ്. അതെല്ലാം നമ്മൾ അവരെ അംഗീകരിക്കേണ്ടതാണ്. ബിഹേവിയർ ഫോർമേഷൻ, സോഷ്യൽ സ്കില്ലുകളൊക്കെ ഉണ്ടാവേണ്ടത് ഈ ഒരു സമയത്താണ്. അതേപോലെ തന്നെ പ്രീ സ്കൂളർ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഫിസിക്കൽ, ബിഹേവിയർ, ഇമോഷണൽ എല്ലാ കഴിവുകളെയും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോ സമയത്തും അവരിലുണ്ടാവുന്ന ഇത്തരം ഫിസിക്കലും ബിഹേവിയറിലും ഇമോഷണലായിട്ടുള്ള എല്ലാ കഴിവുകളെയും ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്തു കൊടുക്കണം. അതായത് മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിനാണെങ്കിൽ കുട്ടികളെ പ്ലീസ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ പഠിപ്പിക്കുക. പാരൻസിനോട് സംസാരിക്കുമ്പോൾ, അതേപോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സോറി പറയാൻ, താങ്ക്സ് പറയാൻ, അതേപോലെ പ്ലീസ്, കം പ്ലീസ്, പ്ലീസ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം മോറാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറികൾ, കഥകൾ ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പറയിപ്പിക്കുന്നത് ചില സമയത്ത് കളവ് പറയുന്നത് പ്രചരിപ്പിക്കാൻ കാരണമാകും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥയുടെ കുറച്ച് പറഞ്ഞു കൊടുക്കും, ബാക്കി കുട്ടിയോട് പറയാൻ വേണ്ടി പറയും. അപ്പോൾ ആ കഥയോട് കണക്ട് ചെയ്തിട്ട് കുട്ടി ബാക്കിയുള്ള കഥ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് പറയും. ചിലപ്പോൾ അതെന്ത് ചെയ്യും? കളവായിട്ട് മാറും. അപ്പോൾ അത് ഈ ഒരു സ്വഭാവം ചില സമയത്ത് ഇത് ലൈയിങ് എന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ അത് പിന്നീട് അതൊരു കളവ് പറയുന്ന ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അതിനെ കൃത്യസമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് അതിൻ്റേതായ മോറാലിറ്റി കീപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടതും ഒക്കെ ഈ ഒരു സമയത്താണ്. അതേപോലെ തന്നെ കുട്ടിയിലുണ്ടാവുന്ന മറ്റൊരു ഡെവലപ്മെൻറ്റ് ഇമോഷണൽ ഡെവലപ്മെൻറ്റാണ്. ശരിക്കും ഇമോഷൻസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ എന്താ പറയുക, ഡ്യൂറിങ് ദിസ് ഇയർ ചിൽഡ്രൻ റിയലി സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെയർ ബോഡി, മൈൻഡ് ആൻഡ് ഇമോഷൻസ് ആർ ദെയർ ഓൺ. അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ വികാരങ്ങളും അത് അവരുടേതാണെന്ന ചിന്ത അവർക്ക് വരും. അപ്പോൾ അവർക്ക് എല്ലാം അറിയാം എന്താണ്
feeling happy, what's the difference between feeling happy, feeling sad, feeling afraid or feeling angry? അതേപോലെ തന്നെ ഇമാജിനറി ചില സമയത്ത് ചില പേടികളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഭയപ്പെടുത്തലും ഭയത്തെക്കുറിച്ചുള്ള ചിന്തയും എല്ലാം അവർക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അതെല്ലാം വേണം. അവർ സന്തോഷിക്കണം, കരയണം, അഫ്രൈഡ് ആവണം, അവരെ ദേഷ്യം വരണം, അവർക്ക് പേടി വരണം. എന്നാൽ ഇത് അമിതമാവുകയും ചെയ്യരുത്. ഇതിങ്ങനെ വന്ന് പ്രകടിപ്പിച്ചാൽ മാത്രമേ ഇത്തരം ഇമോഷനുകൾ അവരിൽ എന്ത് ചെയ്യുള്ളൂ, സസ്റ്റെയിൻ ചെയ്യപ്പെടുകയുള്ളൂ. അപ്പം ഇത്രയും ഡെവലപ്മെൻറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യേണ്ടതാണ്, പ്രീ സ്കൂളുകളിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണെന്ന് പ്രത്യേകം എന്ത് ചെയ്യുക, ഓർക്കുക. ഓക്കെ, താങ്ക് യു.